ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഓട്സ് പാൻകേക്ക്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറെടുത്ത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പോളം ഓട്സ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈൻ പൗഡർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഴമാണ്. നമുക്ക് ഇഷ്ടമുള്ള പഴം എടുക്കാം. എടുക്കുന്ന ഏത് പഴമായാലും നല്ല മധുരമുള്ള പഴുത്ത പഴമായിരിക്കണം. അപ്പോൾ ആ പഴം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് റോബസ്റ്റ വേണമെങ്കിലും അതെടുക്കാവുന്നതാണ്, ചെറുപഴം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പീനട്ട് ബട്ടറാണ്. 1 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുവാണേ. അപ്പോൾ ഇതിനകത്ത് സ്വീറ്റ്നെസ് കൂടുതൽ വേണമെന്നുള്ളവർ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുക. എക്സ്ട്രാ പഞ്ചസാരയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ ആണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഇനി അടുപ്പത്തോട്ടൊരു പാത്രം വെച്ചിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി ഓരോ സ്പൂൺ വീതം കോരി ഒഴിക്കാവുന്നതാണ്. ഞാൻ 1 ടേബിൾ സ്പൂണിൻ്റെ അളവിനാണ് ബാറ്ററിൽ നിന്ന് കുറച്ചായിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് മിനി പാൻകേക്സ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഒരു പരിപാടിയില്ല, ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിഭാഗം കരിഞ്ഞു പോവും. അപ്പം മേളിൽ ആ ചെറിയ ചെറിയ കുമിളകളും ആ ഒരു ചെറിയ ചെറിയ ഹോൾസൊക്കെ വരുന്ന സമയത്ത് ഒരു സൈഡ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു ടൈമിൽ ഇത് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ 1 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്യുക, കോരി മാറ്റുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു നല്ലൊരു ടിഫിനാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു ബ്രഞ്ച് ഐറ്റവും കൂടിയാണ്, ഹെൽത്തിയാണ്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.